എല്ലാവർക്കും എല്ലാത്തരം രത്നങ്ങളും ധരിക്കാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ ധരിക്കാൻ പാടില്ല. അങ്ങനെ ധരിക്കുകയാണെങ്കിൽ അത് നവരത്നങ്ങളും ഒരുപോലെ ചേർത്ത് ധരിക്കണം. നവരത്ന മോതിരം ധരിക്കുന്നത് നല്ലതാണ്. എല്ലാ രത്നങ്ങളും ഒരുമിച്ച് അത് നവരത്നത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന രത്നങ്ങൾ എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പണിത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ തൂക്കങ്ങളും കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കണം. അങ്ങനെ കൃത്യമായി നവരത്നം ഒരുമിച്ച് ലോക്കറ്റായിട്ടോ കമ്മലായിട്ടോ മോതിരമായിട്ടോ ഒക്കെ ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു രത്നമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രത്നം ധരിച്ചു എന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ അത് വിരോധമാകാം. കാരണം നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ രത്നത്തിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം നമുക്ക് ശത്രുവാണെങ്കിൽ, ഈ മനുഷ്യരെ പോലെ തന്നെ ഗ്രഹങ്ങളിലും ശത്രുമിത്ര സമാവസ്ഥകളുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ആജന്മ ശത്രുവാണ് ശനി. അപ്പം നമ്മൾ ചിങ്ങലഗ്നത്തിലാണ് ജനിച്ചത്. ചിങ്ങലഗ്നത്തിൽ ജനിച്ച ആൾ ഇന്ദ്രനീലം കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് നമ്മുടെ അമ്മാവനോ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കത് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങിച്ച് ധരിക്കുന്നു എന്ന്. ചിങ്ങലഗ്നത്തിൽ ജനിച്ച ഒരാൾ ഇന്ദ്രനീല രത്നം ധരിച്ചാൽ അത് വളരെ ദോഷമായിട്ട് വരും. കാരണം ഈ ഇന്ദ്രനീലവും ചിങ്ങലഗ്നവും തമ്മിൽ ആജന്മ ശത്രുതയിലാണ്. അപ്പോൾ ഡയബറ്റിക് ഉള്ള ആൾ പഞ്ചസാര കഴിക്കുന്നത് പോലെയാണ് ഈ പറയുന്ന ചിങ്ങലഗ്നക്കാരൻ ഇന്ദ്രനീലം ധരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഏത് രത്നമാണ് എനിക്ക് ചേരുന്നത് എന്നുള്ളത് എൻ്റെ ജാതകം കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. ആ രത്നത്തെ നമുക്ക് ധരിക്കാം. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ഇപ്പോൾ ഡയബറ്റിക് ഉള്ള ഒരാൾക്ക് അൾസർ വന്നു അല്ലെങ്കിൽ അപ്പൻഡീസ് വന്നു, അയാൾക്ക് സർജറി വേണ്ടി വരും. അപ്പോൾ സർജറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയബറ്റിക്കാണ് ആദ്യം. ആ ഡയബറ്റിക്കിനെ ആദ്യം കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ അയാളെ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് ആ മുറിവ് ഉണങ്ങില്ല, അതുകൊണ്ട് അയാൾക്ക് മരണം സംഭവിക്കും. അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു രത്നം ഒരു പർട്ടിക്കുലർ സമയത്ത് നമുക്ക് ധരിക്കാം. പക്ഷേ ആ ദോഷത്തിനെ മറ്റു തരത്തിൽ ദൈവികമായിട്ടും പൂജകളായിട്ടും അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അത് ധരിക്കാൻ. അതും പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണമെങ്കിൽ ആ ഉദ്ദേശം നടന്നു കഴിഞ്ഞാൽ നമ്മളത് മാറ്റേണ്ടതായിട്ട് വരും. അതൊരു വിദഗ്ധനായിട്ടുള്ള ഒരു രത്നശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുവാണെങ്കിൽ അതിനകത്ത് വിരോധമില്ല. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും രത്നം നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ വാങ്ങിച്ചിട്ടു, അതുകൊണ്ട് അത് ദോഷമേ വരുള്ളൂ. അത് വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.